തുറന്നു കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞു മിടുക്കന്മാരും കുഞ്ഞു മിടുക്കിമാരും ഒക്കെ സ്കൂളിൽ പോകാൻ തയ്യാറെടുത്തും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് വനിത പല മേഖലയിലെ പ്രശസ്തരായ കുഞ്ഞുകുട്ടികളുമായാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് ബേബി എസ്തർ പരിചയപ്പെടാം. 12ഓളം മലയാള ചിത്രങ്ങളിലും അതുപോലെ തന്നെ പരസ്യ ചിത്രങ്ങളിലും ഒക്കെ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കുഞ്ഞുമിടുക്കിയായ ബേബി എസ്തറിനൊപ്പം വനിത. ഹലോ എസ്തർ. ഹലോ. മോളുടെ സ്കൂളൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അതെ. സ്കൂളിലെ വിശേഷം ചോദിക്കുന്നതിന് മുൻപ് നമുക്ക് സിനിമാ വിശേഷങ്ങൾ ചോദിക്കാം. മോൾ എങ്ങനെയാ ശരിക്കും സിനിമയിലേക്ക് വരുന്നത്? ഞാൻ സിനിമയിലേക്ക് വരുന്നത് അമ്മ ഒരു ചാനലിൽ കുക്കറി ഷോ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്ന ക്രൂവിലെ ഒരു ക്യാമറാമാൻ അങ്കിളായിരുന്നു ഫസ്റ്റ് എന്നെ ഫിലിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്കിളിന് തോന്നിയല്ലേ നന്നായിട്ട് അഭിനയിക്കുന്നു? അങ്കിള് ഫസ്റ്റ് കണ്ടപ്പോൾ പിന്നെ അങ്കിള് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി. പിന്നെ അങ്കിള് തന്നെ കുറേ പേർക്ക് എൻ്റെ ഫോട്ടോസ് എല്ലാം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മഹേഷ് എന്ന് പറഞ്ഞ ഒരു അങ്കിളിനെ പരിചയപ്പെടുത്തുന്നു. ആ അങ്കിളാണ് പിന്നെ ഫിലിമിലേക്ക് അങ്ങനെ ഫസ്റ്റ് ഫിലിം നല്ലവനായിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ള മൈഥിലി ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്തു. അങ്ങനെ പിന്നെ ഫിലിമിലേക്ക് വന്നു. എങ്ങനെയുണ്ടായിരുന്നു മൈഥിലിയുടെ കുട്ടിക്കാലം ചെയ്ത എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ മോളുടെ പോലത്തെ ഒരു കുട്ടിക്കാലമാണോ അത്? അല്ല, അതേപോലെ കുട്ടിക്കാലം അത് ഭയങ്കര ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിട്ടായിരുന്നു അതിൻ്റെ ഉള്ളില്. പഴയ കാലം അല്ലേ? കേട്ടിട്ട് പോലും പിന്നെ അതിനുശേഷം ചെയ്ത ഫിലിം അതിനുശേഷം ചെയ്ത ഒരു നാൾ വരുമായിരുന്നു. മണിയമ്പിള്ള രാജവെങ്കിലായിരുന്നു എന്നെ എൻ്റെ ഉള്ളിലേക്ക് കാസ്റ്റ് ചെയ്തത്. അത് ആ ഫിലിം നല്ലവനിലെ അങ്കിളുടെ മോളായിട്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്കിൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു നാൾ വരവിലേക്ക് മോഹൻലാൽ അങ്കിളുടെ മോളായിട്ട് കാസ്റ്റ് ചെയ്തത്. അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു? മോഹൻലാൽ ഒരു വലിയൊരു നടൻ, ചെറിയൊരു ടെൻഷനും. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്കിൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല എല്ലാം പറഞ്ഞു തരും. അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ ഒരു ടെൻഷനൊന്നും തോന്നിയില്ല. പിന്നെ അതിനുശേഷം മോള് ഒരു 12ഓളം ചിത്രങ്ങൾ ചെയ്തു ഇപ്പൊ വരെ അല്ലേ? അപ്പൊ ആ ചിത്രങ്ങളിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഒന്ന് പറയാമോ? സകുടുംബ ശ്യാമള, അതുപോലെ ഒരു നാൾ വരും, ഞാനും എന്റെ ഫാമിലിയും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ളത്? ഏറ്റവും ഇഷ്ടം സകുടുംബ ശ്യാമള. എന്തായിരുന്നു അത്? അതില് ടൈറ്റിൽ സോങ് ആയിരുന്നു ചെയ്തത്, ഉർവശി ചേച്ചിയുടെ കുട്ടിക്കാലമായിട്ട്. അപ്പോൾ അതിലെ നല്ല അവിടെ പോയപ്പോൾ ഉള്ള ഇതും പിന്നെ ഇങ്ങനെ ഒരു ബ്രദറും സിസ്റ്ററും ആയിട്ടുള്ള ഇത് അത് നല്ല രസമുള്ള ഒരു സോങ് ആയിരുന്നു. അപ്പം അതും ഇഷ്ടമാണ്. കണ്ണും നീട്ടി വരുമോ നീ കണ്ണായിൻ്റെ അരികിൽ, കണ്ടോ കുഞ്ഞു പുഴയിൽ തൂവെണ്ണ തിങ്കളഴകിൽ. മറ്റേതെങ്കിലും ചിത്രങ്ങളിൽ മോള് ചെയ്തിരുന്നോ? മലയാളത്തിൽ മാത്രമേ ചിത്രങ്ങൾ, സിനിമ മലയാളത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആഡ്സ് ആണ് തമിഴിലൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലേ? പൊതുവെ ഇപ്പൊ സിനിമയിലൊക്കെ എന്ത് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ മിസ് ചെയ്യില്ല, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ക്ലാസ്സസ് ഒക്കെ ഈ സിനിമ ഷൂട്ടിംഗ് കഴിയുമ്പോൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും, അല്ലെ അവരുടെ വീട്ടിൽ പോയി എഴുതിയെടുക്കും. പിന്നെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും, പഠിക്കാനാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെയൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല ഇല്ല. പിന്നെ ഈ കുഞ്ഞു മെഡിക്ക് ഒരുപാട് എനിക്ക് തോന്നി ഇനോഗ്രേഷൻ ഒക്കെ ചെയ്യാറുണ്ട്, ഉദ്ഘാടനങ്ങളൊക്കെ അല്ലേ? എങ്ങനെയുണ്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്യാൻ പോയപ്പോ? ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ നല്ല രസമല്ലേ? നല്ല രസം. അതെ,
സ്റ്റേജിലൊക്കെ കയറി നമ്മൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമല്ലോ അല്ലേ? അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും പറയും വയനാട്ടിലെ സൂപ്പർ സ്റ്റാർ ആണ് അങ്ങനെയൊക്കെ പറയും. മോള് പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നില്ല. ഡാൻസോ? ഡാൻസ് പഠിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കൂടെ? ഒരു പാട്ട് പാടും. അക്കം പക്കം കൂട്ടുപോരുമോ ചെമ്പൻ പൂത്തുമ്പി, ഈ അക്കുത്തിക്കുത്താനക്കൊമ്പേലൂഞ്ഞാലാടാലോ, സൊല്ലം ചൊല്ലിച്ചേലാടുമോ ചെല്ലപ്പൂങ്കുഴലി, ഈ രല്ലിക്കാടും നെല്ലിക്കൂടും കണ്ടേ പോരാലോ. ഓക്കെ. ഇപ്പൊ ശരിക്കും ഒരു 12ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ശരിക്കും എസ്തറിന്റെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പൊ ഒരു ക്യാരക്ടർ പറഞ്ഞു തരുമ്പോ എസ്തർ എങ്ങനെയാണ് അത് മനസ്സിലേക്ക് എടുത്താൽ ഇങ്ങനെ അഭിനയിക്കാം അങ്ങനെ അഭിനയിക്കാന്നൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിങ്ങനെ ക്യാരക്ടറും പിന്നെ സീനിലെ ഡയലോഗ് പറഞ്ഞു വരുമ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെ അങ്ങനെ മനസ്സിലങ്ങ് വിചാരിക്കും, അതനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും അല്ലേ? മേഘങ്ങൾ നിന്റെ നെറുകയിൽ ചാർത്തി സിന്ദൂരം, നിറമോലും നെഞ്ചിൽ ഒരു തുടി താളം തഞ്ചും നേരം താരം പൂവും തേടുവതാരോ താരത്തിരുമിഴിയോ, എന്നാളും നാം ഒന്നായി പടവുകയുമ്പോൾ ദൂരെ തെളിവാരം നേരുന്നു നന്നകളിയാലേ, നീയാം തണലിനു താഴെ ഞാനിനി അലിയാം കനവുകളാൽ, നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാൽ. മഞ്ജു, അപ്പോ എസ്തർ സ്കൂളിലേക്കൊക്കെ വീണ്ടും പോയി തുടങ്ങി, 6th അല്ലേ? എങ്ങനെയാ ശരിക്കും സ്കൂളിലേക്ക് പോകുന്നത്? അങ്ങനെ ഒരു ഒരുക്കങ്ങളൊക്കെ ഇല്ലേ? 3 മക്കളാണ്, എങ്ങനെയാണ്? ഒരുക്കങ്ങളെല്ലാം ഭയങ്കര ജഗപൊകയായിട്ടാണ്. രാവിലത്തെ ഒരു ഭയങ്കര ഒരു ബഹളമയമായിരിക്കും. പിന്നെ ഡ്രസ്സും യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ ചെയ്തു വെക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഈ പറഞ്ഞ പോലെ ഇവരൊന്ന് കുത്തി എഴുന്നേപ്പിക്കുന്നത് തന്നെ വലിയൊരു ചടങ്ങാണ്. എനിക്ക് എല്ലാ വീട്ടിലും പ്രശ്നമാണ്. പിന്നെ വയനാട്ടിൽ തണുപ്പും കുറച്ച് അധികമാണല്ലോ, നല്ല സുഖമായിട്ട് ഉറങ്ങും. അപ്പൊ ഇവര് എഴുന്നേപ്പിച്ചിരുന്നാലും ആ ഇളയാളൊക്കെ ഇങ്ങനെ ക്ഷീണമാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ഷീണം മാറാൻ ഒരു 10 മിനിറ്റ് ഇരിക്കും. പിന്നെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കണക്ക് തന്നെയായിരിക്കും. പിന്നെ എസ്തറിനൊക്കെ ആണെങ്കിലും മുടി ഇങ്ങനെ 2ആയി മെടഞ്ഞിടണം. പിന്നെ ബ്ലൂ യൂണിഫോമിന്റെ അന്ന് ബ്ലൂ റിബൺ, അങ്ങനെ ഓരോന്ന് എല്ലാം ഉണ്ട്. വൈറ്റും ദിവസം വൈറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും ഡയറി എടുത്തില്ല, അസൈൻമെന്റ് എഴുതി വെച്ച് അത് എടുക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ബഹളം. അങ്ങനെയൊക്കെ പോകും. 3 പേരെയും കൂടെ ഇറക്കുന്നത് ഒരു 8:30 എന്നുള്ളൊരു സമയമാകുമ്പോഴേക്കും നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എസ്തർ എങ്ങനെയാണ്? അമ്മ ചീത്ത പറയോ പഠിക്കാനൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ അമ്മ ചീത്ത പറയൊന്നുമില്ല. പിന്നെ ആരാണ് ചീത്ത പറയാ? ആരും അങ്ങനെ ചീത്തയൊന്നും പറയില്ല. തനിയെ പഠിക്കും. മേടിക്കുകയാണോ? അങ്ങനെയുമല്ല, പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ കമ്പൽ ചെയ്യാറില്ല. കുറെ എല്ലാവരുടെ ഇഷ്ടത്തിന്. പിന്നെ CBSE ഒക്കെ അല്ലേ, ഒരുപാട് സ്കൂളിൽ തന്നെ അവർ ഒത്തിരി ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കളിക്കാനും ഒക്കെ ഉള്ളൊരു സമയം വേണ്ട. TV കാണല് എങ്ങനെയൊക്കെ പോയാലും ഒരു സിനിമ കാണാതെ ഒരു ദിവസം കിടന്നുറങ്ങില്ല. അത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ചാനലിൽ നിന്ന് ഒരെണ്ണം കണ്ടിട്ട് കണ്ടതാണെങ്കിലും കുഴപ്പമില്ലാതെ മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ല. പുതിയ പ്രോജക്റ്റ് ഏതാണ്?